നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല എന്നെ മുന്നറിഞ്ഞതും എന്നെ മുൻ നിയമിച്ചതും സ്വർഗത്തിൽ പോകാനല്ല. വളരെ ഗൗരവമുള്ളൊരു ദൈവവചന ചിന്തയാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാൻ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അല്പം വായനയൊക്കെ നടത്തിയപ്പം അതിനോട് ചേർന്ന ദൈവം എന്നോട് വ്യക്തമായി സംസാരിക്കുന്നു നല്ല ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഭാഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നാം എല്ലാ ആഴ്ചയും ദൈവവചനം കേൾക്കുന്നു. ആഴ്ചയിലൊരു പള്ളിയിൽ ഒരു സഭയിൽ വന്ന് കേൾക്കുന്ന വചനം മാത്രമല്ല, നമ്മുടെ വിരൽത്തുമ്പിലാണെന്ന് എല്ലാം ഇരിക്കുന്നത്. നമ്മുടെ വിരലുകളൊന്ന് ഓടിക്കുമ്പോൾ എത്ര പ്രസംഗം വേണേലും കേൾക്കാം. വി ക്യാൻ ഹിയർ നമ്പർ ഓഫ് സെർമൻസ്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ സെർമൻസിൻ്റെ ഒരു ഓവർലോഡാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ വി ലാക്ക് ഹിയറിങ് ദ വോയിസ് ഓഫ് ഗോഡ്. പ്രസംഗം കേൾക്കുന്നു, പക്ഷെ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഇത് ഞാൻ 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു തിക്കലകത്ത്. അഥവാ ഞാനും ഈ പ്രസംഗിക്കുന്ന ആളാണ്, പക്ഷെ ഞാൻ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പം അങ്ങനെ പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസങ്ങളിൽ വചനം പഠിച്ചപ്പം എനിക്ക് 1-2 കാര്യങ്ങൾ മനസ്സിലായി. അത് ഞാനൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എബ്രായലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം, ഹീബ്രൂസ് 4:12 നമുക്കറിയാവുന്നൊരു വാക്യമാണ്. ദൈവവചനം എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ ലേഖനകർത്താവ് പറയുന്നുണ്ട്. ഹീബ്രൂസ് 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത് ഷാർപ്പർ. അതാണ് ആ വാക്കാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഷാർപ്പർ. ഈ ലോകത്തുള്ള നിങ്ങൾ ഏത് മൂർച്ചയേറിയ ഒരു ആയുധം എടുത്തോ, അതിനെക്കാട്ടിലും മൂർച്ചയാണ് ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനത്തിന്. നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് കയ്യിലെടുത്തിട്ട് പറഞ്ഞേ, ഇത് ശക്തിയുള്ളത് മാത്രമല്ല, ഇത് മൂർച്ചയുള്ളതാ. ദിസ് ഇസ് എ ഷാർപ്പർ ഇൻസ്ട്രുമെന്റ് അല്ലേ? ഷാർപ്പർ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള ഏത് മൂർച്ചയേറിയ ആയുധത്തെക്കാട്ടിലും മൂർച്ചയുള്ളതായത് അല്ലേ? മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ പെനട്രേറ്റ് ചെയ്യുക. അതായത് ഈ സ്കാനിങ് ഒക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ അകത്തെ ശരീരഭാഗങ്ങളും അവസ്ഥകളൊക്കെ കൃത്യമായിട്ട് അകത്ത് ചെന്ന് ലേസർ ബീം ചെന്ന് ചെയ്യുന്ന ഒത്തിരി ടെസ്റ്റുകളുണ്ട്. പുറമേ ഒന്നും കാണത്തില്ല, പക്ഷേ ഈ ലേസർ പോയി എല്ലാം ചെന്ന് കണ്ടുപിടിക്കും എന്ന് പറയുന്നവരാണ്. ഈ വചനം അകത്തോട്ട് തുളച്ചു ചെന്ന് എവിടം വരെ ചെല്ലും? ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്പം ഞാനിത് ഒരു കുറിവാക്യമായിട്ട് ആദ്യമേ, വചനത്തിൻ്റെ ശക്തി, ഇതിന് ജീവനുണ്ട്, ഇതിന് ചൈതന്യമുണ്ട്, ഇതിന് മൂർച്ചയുണ്ട്, ഇത് തുളച്ചു ചെല്ലുന്നതാണ്, ഇതെന്ത് ചെയ്യുന്നു? വിവേചിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ദൈവവചനം ചെയ്യുന്നു എന്നാണ് ഈ ഭാഗത്ത് നമ്മൾ വായിച്ചത്. ഇനി ഒരു ദൈവദാസനോട് ദൈവം പറഞ്ഞൊരു കാര്യം, ഈ ദൈവത്തിനും സങ്കടം പറയാൻ ആരെങ്കിലും ദൈവദാസന്മാർ ഭൂമി ഇപ്പോഴും കാണുമല്ലേ? ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ദൈവത്തിന് സങ്കടം വന്ന ആരോട് പറയും? ദൂതന്മാരോട് പോയി പറഞ്ഞാൽ ശരിയാവും തോന്നുന്നില്ല അല്ലേ? ദൈവത്തിന് നമ്മൾ സ്നേഹിതനാണെങ്കിൽ ഹി ഈസ് ലുക്കിംഗ് ഫോർ എ ഫ്രണ്ട് വിത്ത് ഹൂം ഹി ക്യാൻ ഓപ്പൺ അപ്പ് ഹിസ് ഹാർട്ട്. ശരിയല്ലേ? ഞാനിന്ന് നിങ്ങളെ എന്താ വിളിക്കാൻ പോകുന്നത്? ഐ ഗോയിങ് ടു കോൾ യു ഫ്രണ്ട്സ്. അങ്ങനെയല്ലേ ശിഷ്യന്മാരോട് പറഞ്ഞത്? അപ്പോൾ ഇന്ന് ഞാനും നിങ്ങളും കർത്താവിൻ്റെ സ്നേഹിതരാണെങ്കിൽ കർത്താവിൻ്റെ ഹൃദയം നമ്മളോട് പങ്കുവയ്ക്കും. അങ്ങനെ ഒരു ദൈവദാസനോട് കർത്താവ് പങ്കുവെച്ച് ഞാൻ ആ ഭാഗം ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അത് ഇംഗ്ലീഷിലാണ് ആദ്യം ഞാൻ വായിക്കാം. ഐ ഡിസയർ ടു ഡെമോൺസ്ട്രേറ്റ് മൈ വണ്ടേഴ്സ്. ദൈവം പറയുക, എനിക്ക് എൻ്റെ അത്ഭുതങ്ങൾ എനിക്ക് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ ഡിസയർ ടു മൂവ് ഇൻ പവർ. എനിക്ക് ശക്തിയോടെ എനിക്ക് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് റോക്ക് കമ്മ്യൂണിറ്റീസ് വിത്ത് മൈ ഗ്ലോറി. സമൂഹങ്ങളെയൊക്കെ എൻ്റെ മഹത്വം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കീഴ്മേൽ മറിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
ഐ എം സെർച്ചിങ് ഫോർ പീപ്പിൾ ദാറ്റ് വിൽ അലോ മീ ടു ഡു വാട്ട് ഐ വോണ്ട്. ഞാനെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എനിക്കെന്ത് ചെയ്യണമോ അതിനെന്നെ അനുവദിക്കുന്ന ഒരു കൂട്ടത്തെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സഭയുടെ കോണ്ടെക്സ്റ്റ് ആണെന്ന് ഓർക്കണം, അല്ലേ? ദൈവസഭയിലേക്ക് നോക്കിയിട്ട് ഐ വോണ്ട് ടു മൂവ് അമങ് യു. നിങ്ങളുടെ ഇടയിൽ എനിക്കൊന്ന് പ്രവർത്തിക്കണം. പക്ഷേ എന്നെ അതിന് അനുവദിക്കുന്ന സഭ ഏതാ? ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായൊരു ചോദ്യം ചോദിക്കുക. ആർ വി അലോവിങ് ദ ഹോളി സ്പിരിറ്റ് ടു മൂവ് ഇൻ അവർ ചേർച്ച്? ഈ ചോദ്യത്തിന് ഞാനും നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഫോർ വാട്ട് ഹി വാണ്ട്സ്, കർത്താവിന് എന്ത് വേണമോ അത് ചെയ്തെടുക്കാൻ വേണ്ടി ദൈവത്തെ അനുവദിക്കുന്ന സഭയാണോ നമ്മൾ? എ പീപ്പിൾ ഹൂ വിൽ കാസ്റ്റ് ദെയർ പ്ലാൻസ് ടു ദ സൈഡ് ആൻഡ് ഒബേ മീ. തങ്ങളുടെ പദ്ധതികളെ ഒരു വശത്തേക്ക് നീക്കി വെച്ചിട്ട് എന്നെ അനുവദിക്കുന്ന സഭ. ഇന്നത്തെ പ്രശ്നം ആരുടെ പദ്ധതികളാണ് സഭയിൽ നടക്കുന്നത്? പ്രത്യേകിച്ച് സഭയിൽ ഭരിക്കുന്നവർ, അല്ലേ? തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ പാഷറുടെ ഇഷ്ടമാണ് പലപ്പോഴും സഭയിൽ നടക്കുന്നത്, അല്ലേ? ഇവിടെ പാസ്റ്ററിൻ്റെ ഇഷ്ടമല്ല, സഭയിലുള്ള ആരുടെയും ഇഷ്ടമല്ല, കമ്മിറ്റിയുടെ ഇഷ്ടമല്ല, ഈവൻ ജനറൽ ബോഡി എന്ന് പറഞ്ഞ കോൺഗ്രിഗേഷൻ ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാൻ ദൈവത്തിന് അനുവാദം കൊടുക്കുന്ന, വിട്ടുകൊടുക്കുന്ന, സമർപ്പിച്ചു കൊടുക്കുന്ന സഭയുണ്ടോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. മെനി ഹാവ് ഷട്ട് ഡൗൺ ദ മൂവിങ് ഓഫ് മൈ സ്പിരിറ്റ്. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തെ നിങ്ങൾ പലരും ഇതിനോടകം അടച്ചു വെച്ച് കഴിഞ്ഞു. എന്താ? ഫോർ ഫിയർ ഓഫ് മാൻ ആൻഡ് പ്ലീസിങ് മാൻ. മനുഷ്യരെ ഭയപ്പെട്ടും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനുമായി എൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ നിങ്ങളിപ്പോൾ അനുവദിക്കുന്നില്ല. ദിസ് ഗ്രീവ്സ് മൈ ഹാർട്ട്. അതിൽ എൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഐ വാണ്ട് ടു ഡു ദ ഇമ്പോസിബിൾ ആൻഡ് ഷോ ഫോർത്ത് മൈ ലവ് ഇൻ ദിസ് അവർ. നിങ്ങളെ കൊണ്ട് അസാധ്യമായത് തന്നെ എനിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. മാത്രമല്ല അതിലൂടെ എനിക്ക് എൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം നമ്മോട് സംസാരിച്ചോ? ഇതൊരു ദൈവദാസനോട്, സ്നേഹിതനോടൊന്നും പോലെ, അബ്രഹാമിനോട് യഹോവയെ ദൈവം സംസാരിച്ച പോലെ ഒരു ദൈവദാസനോട് സംസാരിച്ചതാണ്. പക്ഷെ ആ ദൈവദാസൻ എഴുതിയത് വായിച്ചിട്ട് ഈ ദൈവദാസൻ എനിക്കറിയത്തില്ല, അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ, കർത്താവേ അത് സത്യമാണല്ലോ. എനിക്ക് അന്ന് തൊട്ട് എൻ്റെ മനസ്സ് കലങ്ങാൻ തുടങ്ങി. കർത്താവേ, സഭയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം, അടുത്തൊരു വാക്കോട് എഴുതിയിട്ടുണ്ട്, വി ഹാവ് ബോക്സ്ഡ് ഹോളി സ്പിരിറ്റ് ഇൻ ആൻഡ് റീപ് ദ കോൺസിക്വൻസസ്. വി ഹാവ് ബോക്സ്ഡ് ഹോളി സ്പിരിറ്റ് ഇൻ. നമ്മളൊരു പെട്ടിക്കകത്ത് പരിശുദ്ധാത്മാവിനെ അങ്ങ് അടച്ചു വെച്ചു. അങ്ങനെ അടച്ചു വെച്ചാൽ അതിൻ്റെ ഫലങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കും. സോ ഓപ്പൺ അപ്പ് ദ ഡോർസ് ആൻഡ് ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ഹാവ് ഹിസ് വേ. കഥകൾ തുറന്ന് വയ്ക്കുക, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അടച്ചു മൂല വയ്ക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് ഒരു ജെന്റിൽമാൻ, ഒരു മാന്യനായതുകൊണ്ട് നമ്മൾ അനുവദിക്കുമെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞ നമ്മൾ തന്നെയാണ്, അല്ലേ? പരിശുദ്ധാത്മാവിനെ എനിക്ക് ദുഃഖിപ്പിക്കാം, അല്ലേ? പരിശുദ്ധാത്മാവിനെ എനിക്ക് വ്യസനിപ്പിക്കാം, അല്ലേ? പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞാൽ മാറിയിരിക്കും, ചിലപ്പം ദുഃഖിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഇന്ന് ഈ പകൽ നമുക്കൊന്ന് മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ. Our hearts need to be grieved about our confidence in our own ability. ഇന്നത്തെ പ്രശ്നം, നമുക്കൊത്തിരി എബിലിറ്റീസ്, കഴിവുകളുണ്ട്, അതിലൊത്തിരി കോൺഫിഡൻ്റ് ആണ്, അതിലൊത്തിരി കോൺഫിഡൻസ് നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ പറയും, എൻ്റെ അർത്ഥം എന്താ? വി ലാക്ക് ഡിപ്പെൻഡൻസ് ഓൺ ഹിം. നമ്മുടെ എബിലിറ്റിയിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ കർത്താവിൽ നമുക്ക് ഒട്ടും ഡിപ്പെൻഡൻസ് ഇല്ല. ഇന്നത്തെ സഭയുടെ പ്രശ്നം ഇതാ. 21-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ അവസ്ഥ ഇതാ. നമുക്കൊത്തിരി കഴിവുണ്ട്, നമുക്കൊത്തിരി ബുദ്ധിയുണ്ട്, നമുക്കൊത്തിരി ഇൻഫ്ലുവൻസസ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മളങ്ങ് കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം ഒന്ന് താഴ്ത്തി വയ്ക്കാനാണ് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്. വി ഹാവ് ബിൽഡ് ദ ചർച്ച് ഇൻ മെനി വേയ്സ് ഇൻ ദിസ് ജനറേഷൻ. ഈ തലമുറയിൽ നമ്മൾ പലതരത്തിലും സഭ നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുക. ഓൺ അവർ വിസ്ഡം, നമ്മുടെ ബുദ്ധിയിലും, അവർ പ്രോഗ്രാംസ് ആൻഡ് പ്ലാൻസ്, നമ്മുടെ പദ്ധതികളും പരിപാടികളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു അർജൻറ്റ് കോളാണ് ദൈവസഭയോട്. ദൈവം വളരെ വളരെ ഗൗരവമായും അതേസമയത്ത് വളരെ അർജൻറ്റായിട്ട് തിടുക്കത്തോടെ പറയുക. എന്താണ്? ഓപ്പൺ ദ ഡോഴ്സ് ആൻഡ് ഇൻവൈറ്റ് ദ ഹോളി സ്പിരിറ്റ് ടു ഹാവ് ഹിസ് ഓൺ വേ. ദൈവസഭയുടെ കതവുകൾ തുറന്ന് പരിശുദ്ധാത്മാവിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ഷണിച്ച്
പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ സഭയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. കർത്താവ് അന്ന് ആ മനുഷ്യനോട് പറഞ്ഞത്, ക്രിയേറ്റ് ദി അറ്റ്മോസ്ഫിയർ ഫോർ മൈ പ്രസൻസ് ആൻഡ് ദെൻ ഗിവ് മീ ദ പ്ലാറ്റ്ഫോം. എനിക്ക് വരാനും എൻ്റെ സാന്നിധ്യം അവിടെ നിങ്ങൾക്ക് അനുഭവിക്കത്തക്കവണ്ണമുള്ളൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്ലാറ്റ്ഫോം എനിക്ക് വിട്ടുതാ, ഞാൻ പ്രവർത്തിക്കട്ടെ. ഇന്ന് തല്ലിക്കൊന്നാൽ നമ്മൾ വിട്ടുകൊടുക്കുമോ? പ്ലാറ്റ്ഫോം മൈക്ക് വിട്ടുകൊടുക്കുമോ? ഈ മൈക്ക് പേടിയുള്ളവരെ മൈക്കോഫോബിയ എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ മൈക്ക് വിട്ടുകൊടുക്കാത്തത് അതിനെന്തൊരു വാക്ക് വല്ലതും ഉണ്ടോ? മൈക്കോമാനിയ. കറക്റ്റ്. മൈക്കോമാനിയ ഒരു വലിയ പ്രശ്നമാണ്. ഒരു കാരണവശാലും മൈക്ക് വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോമും മൈക്കും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കേണ്ട സമയമായി. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവാ സഭയോട് പറയുന്നത്, പാസ്റ്ററല്ല. പാസ്റ്റർ സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നല്ല. ബിഷപ്പ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നല്ല. ഇന്ന് ബിഷപ്പിൻ്റെ ഇടയലേഖനങ്ങളല്ല നമുക്ക് വേണ്ടത്. കർത്താവിൻ്റെ വചനം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടിയത്. ഇതിനു വേണ്ടി നമുക്കൊന്ന് തയ്യാറാവുമോ പ്രിയപ്പെട്ടവരെ? There must be a reform, a change in operation. നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലൊരു വ്യത്യാസം വന്നേ പറ്റൂ. He knows how to heal the sick. കർത്താവിന് അറിയാം എങ്ങനെ സൗഖ്യമാക്കണമെന്ന്. He knows how to raise the dead. ഒരു മനുഷ്യൻ മരിച്ചു കിടന്നാൽ വേണം എഴുന്നേൽപ്പിക്കാൻ, ഉയർപ്പിക്കാൻ എൻ്റെ കർത്താവിനറിയാം. ആൻഡ് ഡെലിവർ ദ ഒപ്രസ്ഡ്. ഒരു പിശാച് ബാധിതം വന്നാൽ അവനെ വിടുവിക്കാൻ കർത്താവിനറിയാം, അല്ലേ? വി മസ്റ്റ് ജസ്റ്റ് അലോ ഹിം ടു ഹാവ് ഹിസ് വേ. ഇതെല്ലാം നടക്കും, പക്ഷെ ഒറ്റ കാരണം എന്താണ്? വിട്ടുകൊടുക്കണം. നമ്മളിരുന്നിട്ട് കൈയടിച്ചു പാടും, ഭൂതങ്ങൾ അലറിയോടുന്നു. ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിൽ ചോദിച്ചു, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു സോ എ ഡീമൻ ലീവിങ് എ പേഴ്സൺ? ഒരു പിശാച് അങ്ങോട്ട് ഒരുത്തൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്ത് ഇളകി. എല്ലാം കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് ശാസിച്ച് ആ പിശാചിനെ ഓടിച്ചു. അവനെ വിട്ട് ഓടിപ്പോയി. ആ വ്യക്തി സ്വതന്ത്രമായി. അങ്ങനെ ഒരു സംഭവം ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങൾ എന്നാ കണ്ടത്? പണ്ടൊക്കെ ഇത് സാധാരണയായിരുന്നു. ആദ്യകാലത്തെ പെന്തക്കോസ്ത് സഭയിൽ ഇത് എല്ലാ ആഴ്ചയും നടക്കുമായിരുന്നു. ആരെങ്കിലുമൊക്കെ വരും, പിശാചും കൊണ്ട് കയറി വന്നാൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അവിടെ ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പം പിശാചിനെ അങ്ങോട്ട് ഇളവും. അപ്പോഴത്തേക്കും നോട്ടീസ് ചെയ്യും, എല്ലാം കൂടെ ചെന്ന് ദൈവം പ്രാർത്ഥിക്കും, ആ പിശാചിനെ ശാസിച്ചിറക്കി വിടും, ആ വ്യക്തിയെ വിടുവിച്ച് സന്തോഷത്തോടെ ഭവനത്തിൽ പോകും. ഇത് സാധാരണയായിരുന്നു. ഇന്ന് അവസാനമായിട്ടൊരു പിശാച് ഇറങ്ങിപ്പോകുന്ന, ഇനി പുതിയ തലമുറ ഇവിടെ ഞാൻ ചിലപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഒരു പിശാച് ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ടെങ്കിലും ഉണ്ടോ? ഞങ്ങളെപ്പോലത്തെ പഴയ പെന്തിക്കോസ്കാർക്ക് ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇന്ന് പുതിയ പെന്തിക്കോസ്കാർക്ക് അതും കാണാനില്ല, അല്ലേ? പിശാച് ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ ഉപദേശി 12 മണി വരെ പിശാചിനെ ഇറക്കിയിട്ട് പോകുന്നില്ല. 12 ആയപ്പം ചോദിച്ച്, നീ പോവുമോ? അപ്പം പിശാച് ചോദിച്ചു, എന്താ? എനിക്ക് പോകണം, ലാസ്റ്റ് ബസ് 12 മണിക്കാണ്. ഇങ്ങനത്തെ ഉപദേശിമാരാണ് ഞങ്ങളൊക്കെ. ഒരിക്കൽ ഒരു സഭയെ ഞാൻ പോയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പിശാച് ഇളകി. നമ്മുടെ സ്ഥിരം പാസ്റ്റർമാർക്ക് ഒരു കലാപരിപാടിയുണ്ട്, അവിടെ ഇൻ്റർവ്യൂ. എത്ര പേരുണ്ട്? പേര് പറ. എത്ര ആളായി വന്നിട്ട്? എങ്ങനെയാണ് വന്നത്? അപ്പോൾ ഇൻ്റർവ്യൂവിൽ ആ പിശാച് കൂടുതൽ വർത്താനം നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ ഈ സഭയിൽ അങ്ങോ. എനിക്ക് നല്ല ഓർമ്മയാണ്. സഭയുടെ പേര് ഞാൻ പറയുന്നില്ല, ഞാനൊക്കെ ഞെട്ടിപ്പോയി. അങ്ങോ? യെസ്, ഞാൻ ഈ സഭയിലെ മെമ്പറാണ്. ഒരു സ്ത്രീയായിരുന്നു. ഇവൾ ഈ സഭയിലോട്ട് രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഞാൻ ഇവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനും കൂടെ സ്നാനപ്പെട്ടിങ്ങി വന്നു. ഞാനും വന്ന് നാളെ തിരുവത്താഴം എടുക്കുന്നു. ഞാനിവിടുത്തെ മെമ്പറാണ്, ഞാനിവിടുത്തെ ഓതറൈസ്ഡ് മെമ്പറാണ്. എന്നെ നിങ്ങൾക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല, ഒരാളിനെ മുടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലോ. പിശാച് പറയുക, എന്നെ നിങ്ങൾക്ക് ഈ സഭയിൽ നിന്ന് മുടക്കാൻ പറ്റത്തില്ല, പോകാൻ പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവളുടെ കൂടെ സ്നാനപ്പെട്ട് ഈ സഭയിൽ വന്നതാണ്, ഞാനിവിടെ തിരുവത്താഴത്തിലും പങ്കെടുക്കുന്നത്. എൻ്റെ അമ്മോ, ഞെട്ടിപ്പോയില്ലേ? എന്തുത്തരം പറയും? ഒരു വലിയ സഭയാണ്, ആ പാസ്റ്റർ നിന്ന് അന്തം വിടുന്നു. പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയത്തില്ല, ഒരു രോഷം എനിക്കങ്ങ് വന്നു. പിശാച്, നീ സഭയിൽ കയറിയൊന്ന് അവകാശം പറയുന്നു,
പെട്ടെന്ന് ആരൊക്കെയെന്ന് ഓർക്കുന്നില്ല, കൂടെ നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് ശക്തിയായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് അധികാരത്തോടെ വിട്ടുപോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണുമ്പിള്ള മറിഞ്ഞടിച്ച് വീണ് പിന്നെ നേരെ എഴുന്നേറ്റ് അവരുടെ മുഖത്ത് തെളിച്ചം വന്നു. അവർ കണ്ണീരോട് വന്ന് അവർ സാക്ഷ്യം പറഞ്ഞു, അവർ വിടുവിക്കപ്പെട്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പിശാച് വരപ്പെന്ന് അവകാശം പറയുക സഭയ്ക്കകത്ത്. അങ്ങനെ ഒരു അവസ്ഥയിലായി. കാരണം ഈ വരുമ്പോഴേ പിശാചിനെയും കൊണ്ടാണ് വരുന്നത്. ഇടയിൽ ഒന്ന് മുങ്ങി സ്നാനപ്പെടും, അപ്പോഴും പിശാചും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്ഥിരമായിട്ട് മേശയിലരികിലേക്ക് വരുമ്പോഴും ഈ പിശാച് വെച്ചോണ്ടാണ് വരുന്നത്. ഇനി ഈ പിശാച് ഉള്ളപ്പം തന്നെ വേണേൽ മൈക്കും പിടിച്ചു നിന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യും. അതാ വേറൊരു പ്രശ്നം. ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു. വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ അനുവദിക്കുമെങ്കിൽ, ഈ പറഞ്ഞ മൈക്ക് വിട്ടുകൊടുക്കുമെങ്കിൽ, പ്ലാറ്റ്ഫോം വിട്ടുകൊടുക്കുമെങ്കിൽ, അധികാരം വിട്ടുകൊടുക്കുമെങ്കിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. പക്ഷെ ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമേ പ്രവർത്തിക്കൂ, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. നമ്മളെ ഒന്ന് സൂചിപ്പിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. ദൈവം ഈ പറഞ്ഞ പോലെ ദൈവമാണ്. ഗാഡ് ഈസ് ഗാഡ് അല്ലേ. തനിക്കിഷ്ടമുള്ളതൊക്കെയും തൻ്റെ സഭയിൽ അവൻ ചെയ്യും. അങ്ങനൊരു കാലത്തേക്ക് നമ്മൾ വരിക പ്രിയപ്പെട്ട, ഞാൻ വിശ്വസിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന പോലെ ഞാൻ പറയാൻ പോകുന്ന പ്രസംഗത്തിൻ്റെ മുന്നോടിയായിട്ടാണ് പറഞ്ഞത്. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നേമിച്ചിരിക്കുന്നു. ഇതാണ് പിതാവായ ദൈവത്തിൻ്റെ നിത്യമായ ഉദ്ദേശം നമ്മളെക്കുറിച്ചുള്ളത്. അതായത് ക്രിസ്തുവിലായ എല്ലാ പ്രിയപ്പെട്ട പ്രത്യേകിച്ച് നമ്മൾ അന്യോന്യം സഹോദരങ്ങളാണ്, ദൈവത്തെ സംബന്ധിച്ച് തൻ്റെ മക്കളാണ് അല്ലേ. ഇന്നത്തെ പുറത്തുനിന്ന് നോക്കിയാൽ സഭാംഗങ്ങൾ അല്ലെ, ബിലീവേഴ്സ്, വിശ്വാസികൾ എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ അതിനേക്കാളും നല്ല വാക്ക് ഞാൻ പറയുന്നത് ശിഷ്യന്മാർ. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ നമ്മൾ ഓരോരുത്തരെ പറ്റിയും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? അവൻ നമ്മളെ അറിഞ്ഞു, 2 നമ്മളെ മുൻ നിയമിച്ചും കഴിഞ്ഞു. എന്തിനാ? തൻ്റെ ആദ്യജാതൻ, സഹോദരന്മാരിൽ ആദ്യജാതൻ, തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. ഇതാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷിൽ ടു ബിക്കം കൺഫേം ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ. ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് എന്നെയും നിങ്ങളെയും കൺഫേം ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു പർപ്പസാണ് ദൈവം നമ്മളെ മുന്നറിഞ്ഞതും മുൻനിയമിച്ചതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം, ഞാനും നിങ്ങളിന്ന് വിശ്വസിച്ച് വച്ചിരിക്കുന്നത്, എന്നെ നിങ്ങളെ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതും തൻ്റെ പുത്രനെ അയച്ച് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ എന്നെ രക്ഷിച്ചതും തൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ അയച്ചതും ഒക്കെ എന്തിനാ? സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ഈ മിനിമം പരിപാടി എന്നൊരു പരിപാടിയുണ്ട്. രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുമ്പം ഒരു മിനിമം പരിപാടിയിൽ നമുക്ക് ഒന്നിക്കാം എന്ന് പറയും. ഇതുപോലെ ദൈവത്തിനൊരു മിനിമം പരിപാടിയുണ്ട്. എന്താണ്? നമ്മളെ എങ്ങനെയെങ്കിലും എല്ലാത്തിനെയും കൂടെ എന്ത് ചെയ്യും? തൂത്ത് ഉറക്കിയെടുത്തങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകും അല്ലേ. അങ്ങനെ സ്വർഗത്തിൽ കയറി പറ്റാൻ വന്നിരിക്കുന്നവരെല്ലാം ഒന്ന് കൈവക്കിക്കേ. ബ്രദറെ, എങ്ങനെയെങ്കിലും എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി. ഈ സ്വർഗത്തിൽ പോകാൻ ഉള്ള ആഗ്രഹം കർത്താവിനോടുള്ള സ്നേഹമൊന്നുമല്ല, നരകത്തിൽ പോകാനുള്ള പേടിയുണ്ടാണ്. ശരിയല്ലേ? അല്ലാന്ന് ആരെങ്കിലും പറ. സ്വർഗം അല്ലെങ്കിൽ പിന്നെ ഒരു സ്ഥലമേ ഉള്ളൂ. ഏതാണ്? 3ാമതൊരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ? ബൈബിൾ പ്രകാരം 3ാമതൊരു സ്ഥലം ഇല്ല അല്ലേ. അപ്പം സ്വർഗത്തിൽ പോകുന്നത് പോലും കർത്താവിനെ കാണാനൊന്നും അല്ല. നരകത്തിൽ പോകാൻ പേടിയായതുകൊണ്ട് പിന്നെ ഒരു ഓപ്ഷനേ ഉള്ളൂ, സ്വർഗത്തിൽ പോകണം. അപ്പം അതിനെന്തൊക്കെ വേണം? സ്നാനപ്പെടണം, പെട്ടേക്കാം. പിന്നെ അതിനെന്തെങ്കിലും രക്ഷിക്കപ്പെടണം, അതും പെട്ടേക്കാം. പിന്നെ ഇങ്ങനെ ഓരോന്ന് പെട്ട് കിടക്കുന്ന കുറേ പേരാണ് ഇപ്പോൾ ഈ സഭയിൽ കിടക്കുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞു, ഈ പെട്ട പാർട്ടികളെല്ലാം കൂടെ വന്ന് കിടക്കുന്നൊരു പെട്ടകമാണ് സഭ. നോഹയുടെ പെട്ടകം പോലെ ദൈവസഭ എന്ന് പറഞ്ഞ പോലെ ഈ പെട്ടുപോയവരെല്ലാം കൂടി രക്ഷിക്കപ്പെട്ടുപോയി, സ്നാനപ്പെട്ടുപോയി അല്ലേ. അങ്ങനെ പെട്ടതല്ല. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല എന്നെ മുന്നറിഞ്ഞതും എന്നെ മുൻ നിയമിച്ചതും. സ്വർഗത്തിൽ പോകാനല്ല. ഒന്നാമത് അതല്ല. ഇവിടെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, തൻ്റെ പുത്രനെ പോലെ ഞാൻ ആവണം. ഇതാണ് ദൈവത്തിൻ്റെ ഇത്. ഇതെങ്ങും ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ഞാനായിരിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കാം അല്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു മാറ്റവും വരുത്തണ്ട.
ഒന്നും വരുത്തണ്ട, ഇങ്ങനെ പോയാൽ മതി. കാഹളം വരുമ്പോൾ ഞാനങ്ങ് അവനെ പോലെ അങ്ങ് ആവും, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ ഞാൻ അവനെ പോലെ അങ്ങ് ആവും. അപ്പോൾ ഈ ഭൂമി വെച്ച് എനിക്ക് അതിനോട് ചേർന്ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഞായറാഴ്ച കൃത്യമായിട്ട് ഇവിടെ വരണം, സഭയിൽ വരണം, സ്വത്രാഴ്ച ഇടണം, പിന്നെ ഇടയ്ക്ക് വല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ വരണം, പിന്നെ പാസ്റ്ററെ കാണുമ്പം നല്ല കുട്ടിയായിട്ട് ഫ്രണ്ടിൽ നിൽക്കണം. ഇതൊക്കെ ഉള്ളൂ. ഇത്രയും ചെയ്തുകൊണ്ടിരുന്നാൽ കാഹളം കേൾക്കും, പെട്ടെന്ന് കണ്ണി വയ്ക്കുന്നതിനുള്ളിൽ ഞാനങ്ങ് വെളിപ്പോവും. ഇങ്ങനൊരു ക്രിസ്ത്യാനിറ്റിയാണ് നമ്മളിന്ന് കാണുന്നത്. പക്ഷേ ഞാൻ ഈ ദിവസങ്ങളിൽ ബൈബിൾ വായിച്ചപ്പോഴൊന്നും ഇങ്ങനൊരു ക്രിസ്ത്യാനിത്വത്തെ ഞാൻ ബൈബിളിൽ കാണുന്നില്ല. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 27-ാം വാക്യം, എഫീഷ്യൻസ് ചാപ്റ്റർ 5:27, എഫേസ്യർ 5:27, കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടോ, ദൈവസഭയെപ്പറ്റി പറയുക. ക്രിസ്തുവാണ് നമ്മുടെ മണവാളൻ, മണവാട്ടി നമ്മളാണെങ്കിൽ നമ്മളെപ്പറ്റി പറഞ്ഞിരിക്കുക, അന്ന് എന്തില്ല, കറ കാണരുത്, ചുളുക്കം കാണരുത്, സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും. അത് നോക്കണേ, ഈ മണവാട്ടിക്ക് തന്നെത്താൻ ഇതെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മണവാളനാണ് നമ്മളെ മുൻനിർത്തുന്നത് അന്നവിടെ. അതിൻ്റെ അർത്ഥം മണവാളൻ ആ ഒരു വലിയ ഉത്തരവാദിത്വം എടുത്തിട്ടുണ്ട്. അതിനിവിടുന്ന് എല്ലാം മണവാളൻ ചെയ്യുന്നുണ്ട്. പക്ഷെ മണവാട്ടിയും കൂടെ എന്ത് ചെയ്യണം? ഒന്ന് സഹകരിക്കണം. പക്ഷെ ഇന്നത്തെ പ്രശ്നം, മണവാളൻ എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി കാൽവറി ക്രൂശിൽ തുടങ്ങിയ കാര്യങ്ങൾ, ഇന്നും ആ മണവാളൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ വീണ്ടും ഒരുക്കി, ഒരു കറയോ ചുളുക്കവും ഇല്ലാതെ എന്നെ ശുദ്ധയായി, അല്ലേ, എന്നെ ആ മണവാളൻ്റെ മുമ്പിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്യും. പക്ഷേ ആ ഒരു ബോധ്യം നമുക്കുണ്ടോ? അപ്പം നമ്മുടെ ക്രിസ്തു തൻ്റെ അവസ്ഥ എന്താണെന്ന് ഓർക്കണം. ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന ക്രിസ്തുവിൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത്. പക്ഷേ വി ഷുഡ് ഹാവ് ദ ഇമേജ് ഓഫ് ദ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. ആ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ ഇല്ല. അവിടെയാണ് വേറൊരു പ്രശ്നം. അല്പം ഒരു ചെറിയ ഗ്ലിംസ് ശിഷ്യന്മാർക്ക് കിട്ടി. അത് എല്ലാവർക്കും കിട്ടിയില്ല, 3 പേർക്ക് കിട്ടിയുള്ളൂ. ഒരിക്കൽ യേശു 3 പേരെയും വിളിച്ചുകൊണ്ട് ആ മലയുടെ മണ്ടേ പോയി. മലയുടെ പേരെന്തുവാ? മറുരൂപ മല, അല്ലേ, നമ്മളുടെ പേരാ അത്, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. അവിടെ ചെന്നിട്ട് പെട്ടെന്ന് യേശു അങ്ങ് ഉയ്യോ, ഈ 3 പേരും അന്തം പൊട്ടിയത് കണ്ടിട്ട്. അവർ താഴെ വെച്ച് കണ്ട ആളല്ലേ ഇപ്പം മേളി വന്നപ്പം, അല്ലേ? നമുക്കൊക്കെ ഈ താഴെ വെച്ച് കണ്ട യേശുവിനാണ് നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത്. പക്ഷെ അവരൊന്ന് ചെറിയൊരു ഗ്ലിംസ് അവർക്ക് കിട്ടി. ഇനി യോഹന്നാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതേ യോഹന്നാൻ നമുക്കറിയാം എവിടാണ്? വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ കണ്ടപ്പോൾ എന്തു പറ്റി? ചത്തവനെ പോലങ്ങ് വീണു, അല്ലേ? അപ്പം ഇവിടെയൊക്കെയാണ് യോഹന്നാൻ 17:24 യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണല്ലോ യോഹന്നാൻ 17:24, ജോൺ 17:24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു. യേശുവിൻ്റെ ആഗ്രഹം, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ സഹോദരങ്ങൾ ഇരിക്കണം, അല്ലേ? ആദാമിനെ ദൈവം ആദ്യം സൃഷ്ടിച്ചപ്പം, സൃഷ്ടിയിൽ നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-27, ഉൽപ്പത്തി 1:26-27, അല്ലെ 27 വായിക്കാം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ശരിയല്ലേ? ആരുടെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചത്? തൻ്റെ. അത് എടുത്തു ഇരിക്കുന്നു. പിന്നെയും ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷേ നമുക്കറിയാം, ആദിമ മനുഷ്യൻ ആദാം പാപം ചെയ്ത് എന്ത് ചെയ്തു? അവരത് നഷ്ടപ്പെടുത്തി കളഞ്ഞു, അല്ലേ? പിന്നെ ആദാം ഇതൊക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് 5-ാം അധ്യായത്തിലേക്ക് വന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ആദ്യം 2 മക്കളുണ്ടായി, അതിൽ ഒരുത്തനെ കൊന്നു, അപ്പം തന്നെ കൊലപാതകമായി. 4 പേരെ അന്ന് വീട്ടിലുള്ളൂ. പക്ഷെ അതിൽ തന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞു. ഓക്കെ, 5:3 വായിച്ചേ. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അതേതാ ആ മകൻ? അവന് ശേത്ത് എന്ന് പേരിട്ടു. അത് ശേത്ത് അവിടെ നിൽക്കട്ടെ. ഈ ഇരിക്കുന്ന നമ്മളും ആ കൂട്ടത്തിൽ പെടും. ആദാം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മക്കളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് നമ്മൾ. അതായത് ആദ്യത്തെ ആദാമിൽ ജനിച്ചവരാണ് നമ്മളെല്ലാം. ശരിയാണോ? ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദ ഫസ്റ്റ് ആഡം ആൻഡ് ദി ലാസ്റ്റ് ആഡം.
ഒന്നാമത്തെ ആദാം ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, പക്ഷേ പാപം ചെയ്തു. ആ ആദാമിൻ്റെ മക്കളായിട്ടാണ് നമ്മൾ ജനിച്ചത്. ഒടുക്കത്തെ ആദാം കർത്താവായ യേശു ക്രിസ്തു താൻ വന്ന് നമ്മളെ രക്ഷിച്ചപ്പം ഇനി ഒരു സ്റ്റാറ്റസ് മാറി എന്നുള്ള കാര്യം മറക്കരുത്. അപ്പം ഇന്ന് ഈ ആദാം നമുക്ക് കൈമാറി തന്നത് ഒരു ഫോളൻ കറപ്റ്റഡ് നേച്ചറാണ്, ഒരു വീണുപോയ ഒരു പ്രകൃതമാണ് നമുക്കിന്ന് ഉള്ളത്. പക്ഷേ ഒരു വാക്യം കൂടെ വാക്യം, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5-6 വാക്യം, എഫീഷ്യൻസ് ചാപ്റ്റർ 1:5-6. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പം ഞാൻ അവിടെ എടുക്കാൻ ഉദ്ദേശിച്ചത് അക്കോർഡിംഗ് ടു ഹിസ് ഗുഡ് പ്ലഷർ എന്നൊരു പദം കിടപ്പുണ്ട്. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പ്രസാദം നമ്മളെ ദത്തെടുക്കണമെന്നായിരുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ എന്നെയും നിങ്ങളെയും കർത്താവ് ദത്തെടുത്ത് തൻ്റെ മക്കളാക്കി തീർത്തു. അല്ലേ? നമ്മളെല്ലാം ആരാണ്? അഡോപ്റ്റഡ്. ഇന്ന് നമുക്ക് ആർക്കെങ്കിലും മക്കളില്ല, ഒരു കുഞ്ഞിനെ പോയി ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞിനെ കാണുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ കാണുമ്പോഴൊക്കെ നമുക്ക് ആരുടെങ്കിലും ഒന്ന് ദത്തെടുത്തേ ഇത്രയൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ആശ്വാസമാകത്തില്ല. അതായത് അവർക്കുണ്ടായതല്ല, ഇത് ദത്തെടുത്തേ. പണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴും നിന്നെ തവിട് കൊടുത്ത് മേടിച്ചവരെല്ലാം ഉണ്ടോ അവിടെ? ആദ്യത്തെ 2 വെളുത്തിരിക്കും, 3-ാമത്തെ കഷ്ടകാലത്തിന് കറുത്തു പോയി. ഓടം പിന്നെ അതിനെ കാണുമ്പോഴല്ല ഓ നിന്നെ വാങ്ങിച്ചതാ കേട്ടോ, മറ്റേ 2 ഇവിടെ ഉണ്ടായത് നിന്നെ മേടിച്ചത്. ഇതൊക്കെ എന്തുമാത്രം ദോഷമാണ് ചെയ്യുന്നതെന്നറിയാമോ? ആ കുട്ടിക്ക് ജീവിതകാലം മൊത്തം പിന്നെ ജീവിക്കുന്നത് ഈ ഓർമ്മയെ വെച്ചോണ്ടേ, ഞാൻ ഇവിടുത്തെ അല്ല, എന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണ്. അതാ പറഞ്ഞത്, തവിട് കൊടുത്ത് മേടിച്ചാണെങ്കിൽ പേടിക്കേണ്ട, നിങ്ങളെ രക്തം കൊടുത്ത് കർത്താവ് മേടിച്ചു. നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ തവിട് കൊടുത്തായിരിക്കും മേടിച്ചത്, പക്ഷേ എൻ്റെ കർത്താവ് തവിടല്ല കൊടുത്തത്. ഈ തവിട് തിന്നുകൊണ്ടിരുന്ന മറ്റേ മുടിയനായ പുത്രനാണ്. അവിടെ ഇരുന്ന് തവിട് തിന്നുകൊണ്ടിരുന്നതാണ് ശരിക്കും, പക്ഷെ അവിടെ നിന്ന് വിളിച്ചെന്നെ വീട്ടിലാക്കി എന്നുള്ള കാര്യം മറക്കരുത്. അപ്പം അവിടെ ഈ പറഞ്ഞ പോലെ മുൻ നിർണയപ്രകാരം എന്ന് പറയുമ്പോൾ തന്നെ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം. അപ്പം ഇവിടെയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നെ ആ പറഞ്ഞ 2 പത്രോസ് 1:4 കൂടെ വായിക്കാം. ഞാനൊരു പോയിന്റിലേക്ക് വരുന്നേ ഉള്ളൂ. 2 പത്രോസ് 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. എത്ര പേർക്ക് ദൈവം വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്? ഈ പലരും കാണുന്ന വാഗ്ദത്തം, അല്ലെങ്കിൽ പലർക്കും കിട്ടിയെന്ന് പറയുന്ന വാഗ്ദത്തം മഞ്ഞു പെയ്യുന്ന ഒരു രാജ്യം കാണുന്നു. മിക്കവാറും അത് കാനഡ ആയിരിക്കും. ഇതാണ് പ്രശ്നം. നമ്മളെ കൊണ്ട് എല്ലാം കാണിച്ചിരിക്കുന്നത് ഈ മഞ്ഞ് പെയ്യുന്ന ഹെർമോനിയ മഞ്ഞൊന്നുമല്ല, വെസ്റ്റേൺ കൺട്രിയാണത്. ഇനി ഇപ്പം അങ്ങോട്ട് വലിയ ഇതില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് പറയുന്നത് ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ. ഇതൊക്കെയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദത്വം? ആണോ? ഇതൊന്നും അല്ല വാഗ്ദത്വം പ്രിയപ്പെട്ടവരെ. ഇവിടെ പത്രോസ് പറയുക, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഈ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഓർക്കുമ്പം എനിക്ക് പിന്നെ ഒറ്റ ഇതേ ഉള്ളൂ, എനിക്ക് ആ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാവണം. പിന്നെ എനിക്ക് കാനഡയിൽ പോയി ഒരു കനേഡിയൻ ആക്സെൻറ്റ് വേണമെന്നോ എനിക്ക് സായിപ്പിനെ പോലെ ആവണമെന്നല്ല എൻ്റെ ചിന്ത. ഇതാ പ്രശ്നം. എനിക്ക് വാഗ്ദത്തം തന്ന ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാവണം എന്നുള്ളതായിരിക്കും എൻ്റെ ചിന്ത. ഇനി അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈ പുതിയ മനുഷ്യനെ പറ്റി അവിടെ പൗലോസ് പറയുന്നത്, എഫേസ്യർ 2:10, നാം അവൻ്റെ കൈപ്പണിയായി. അതിൻ്റെ അർത്ഥം വി ആർ ഇസ് വർക്ക്മാൻഷിപ്പ്. കൈപ്പണി അല്ലേ? ദൈവത്തിൻ്റെ വർക്ക്മാൻഷിപ്പാണ്, കൈപ്പണിയാണ് ഞാൻ. എന്നെ എന്തിനാ സൃഷ്ടിച്ചത്? സൽപ്രവർത്തികൾക്കായിട്ട് യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. ഇനി അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട എന്നെ പൗലോസ് എന്തുമാത്രം തിയോളജിയാണ് പറയുന്നത് നോക്കിയേ. ഫിലിപ്പിയ ലേഖനം 3:21, ഫിലിപ്പീൻസ് 3:21, ഫിലിപ്പിയർ 3:21, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും.
അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അത് മരണശേഷമുള്ള കാര്യമല്ലേ. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഈ മരിച്ച് മണ്ണിലോട്ട് പോയി കാഹളം ധ്വനിക്കുമ്പം അവിടെ നിന്ന് തേജസ്കരിക്കപ്പെട്ട് ഉയർക്കും എന്ന് പറയുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷെ എൻ്റെ ചോദ്യം, അത് ഈ പറഞ്ഞ പോലെ എൻ്റെ മരണം കഴിഞ്ഞ് കർത്താവിൻ്റെ വരവിൽ എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന രൂപാന്തരമാണ്. പക്ഷെ എൻ്റെ ചോദ്യം, എൻ്റെ ശരീരത്തിനുണ്ടാവുന്ന ആ രൂപാന്തരവും ആ ഉയർപ്പുമാണോ ഞാൻ അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കേണ്ടത്? ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ, ഈ ജഡത്തിൽ, ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ ആ കർത്താവിൻ്റെ സ്വഭാവത്തോട് എനിക്കൊരു ഒരു ഇത് കൺഫേം വേണ്ടേ? ആലോചിച്ച് നോക്കിയേ. ഷുഡൻറ്റ് ഐ ബി കൺഫേംഡ് ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ? ആ കർത്താവിൻ്റെ ആ സ്വഭാവം എനിക്ക് വേണ്ടേ? അല്ലേ? ഈ മരണത്തിൽ ധരിക്കാൻ പോകുന്നത്, അത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 47-49 വായിച്ചാൽ അറിയാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം സാറിന് ശവക്കോട്ടയിൽ അവസാനം മണ്ണിടുന്നതിന് മുമ്പ് വായിക്കുന്ന ഒരു ഭാഗമാണ്. ഞാനിത് ഏകദേശം ഒരു 100-ലധികം പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന് അർത്ഥം, അല്ലേ? അതെന്താണ്? 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. 49, നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇപ്പം എന്താണ്? മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ. ഈ പ്രതിമയെ ഈ പറഞ്ഞ പോലെ എന്താണ് ചുറ്റിയിരിക്കുക? എന്താണ്? ലുലുവിലെയും പോത്തീസിലെയും ജയലക്ഷ്മിയിലെയും ബ്രാൻഡഡ് സാധനങ്ങളും ഒക്കെയാണ് നമ്മൾ ചുറ്റിയിരിക്കുന്നത്. എല്ലാം ഈ മണ്ണിനെയാണ് ചുറ്റി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. പിന്നെ ചില ഭംഗി വരാൻ വേണ്ടി നമ്മൾ ചിലർ നല്ല കണ്ണട വെച്ചിരിക്കുന്നു, ചിലർ കൂടിയ വാച്ച് കിട്ടിയിരിക്കുന്നു, നമ്മൾ വലിയ ഷൂ ഒക്കെ ഇട്ടാണ് ഈ മണ്ണങ്ങോട്ട് നടന്നു പോകുന്ന പോക്ക് കാണണം, അല്ലേ? ശരിക്കും പറഞ്ഞാൽ അയ്യോ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളൊക്കെ മണ്ണ് കൊള്ളവൻ്റെ പ്രതിമ. ഇനി ഒരു പ്രതിമ നമ്മൾ ധരിക്കും. ആരുടെയാ? സ്വർഗീയൻ്റെ പ്രതിമ. അതെപ്പോഴാണ്? അതീ പറഞ്ഞ പോലെ കർത്താവിൻ്റെ വരവിൽ. അതാ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം, ഫിലിപ്പിയ ലേഖനം 3:21, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, നമ്മൾ നേരത്തെ വായിച്ചത് തന്നെയാണ്, അല്ലേ? തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പം അന്ന് അത് സംഭവിക്കും കർത്താവിൻ്റെ വരവിൽ. പക്ഷേ അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, God's goal is for the believer to be confirmed to what is now true of the Lord Jesus in glory. ഇന്ന് എൻ്റെ കർത്താവ് മഹത്വവാനായി സ്വർഗത്തിലുണ്ടെങ്കിൽ ആ മഹത്വമായിരിക്കണം എൻ്റെ ലക്ഷ്യം. ആ മഹത്വത്തോട് ഞാൻ ഇവിടെ വെച്ചേ അനുരൂപപ്പെട്ട് തുടങ്ങണം. എൻ്റെ ശരീരം മണ്ണിൽ പോകുന്നത് മഹത്വപ്പെട്ടു വരും, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പം എൻ്റെ ചിന്തയും നോട്ടം എല്ലാം ആ കർത്താവ്, മഹത്വവാനായ കർത്താവിനെയാണ് ഞാൻ നോക്കേണ്ടത്. ക്രൂശിക്കപ്പെടുന്ന കർത്താവ്, ക്രൂശിൽ കിടന്ന കർത്താവിനെ അല്ല ഇപ്പം നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് ക്രൂശിൽ കിടന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് മഹത്വത്തോടെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനും മഹത്വത്തോടെ ഇറങ്ങി വരുന്നവനും. നമ്മൾ അന്നവനെ കാണുമ്പോൾ ഞാൻ അവനെപ്പോലെ ആകുമെന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, എൻ്റെ പുറത്തെ മനുഷ്യൻ, അനുഭവം ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ പുറത്തെ മനുഷ്യൻ ഈസ് ബീങ് ട്രാൻസ്ഫോംഡ് ബൈ ദ ഇന്നർ മാൻ ഹൂ ഈസ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ്. എൻ്റെ അകത്തെ മനുഷ്യൻ ഇങ്ങനെ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ അകത്തെ മനുഷ്യൻ എൻ്റെ ആത്മാവ്, അതിനിനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, റീജനറേറ്റഡ് ആണ്. പക്ഷേ എൻ്റെ പുറത്തെ മനുഷ്യനാണല്ലോ പ്രശ്നം, എൻ്റെ ജഡമാണല്ലോ പ്രശ്നം. ആ ജഡ മനുഷ്യനാണ് ഓരോ ദിവസവും ഒരു രൂപാന്തരം വന്നുകൊണ്ടേയിരിക്കേണ്ടത്. അതിന് ബൈബിൾ പറഞ്ഞൊരു വാക്കാണ് സാങ്ക്ടിഫിക്കേഷൻ, അല്ലേ? ഞാൻ എല്ലാ ദിവസവും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞില്ല, അല്ലേ? തേജസ്കരണം ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ആ തേജസ്കരണത്തിൻ്റെ പാതയിലാണെങ്കിൽ ആ വഴി ഏതാന്ന് ചോദിച്ചാൽ വിശുദ്ധിയുടെ വഴിയാണ് എന്നെ തേജസ്സിലേക്ക് എത്തിക്കുന്നത്. എത്ര പേർക്ക് അതിന് രാമയം പറയാൻ പറ്റും, അല്ലേ? ദ വാക്ക് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ ലീഡ്സ് മീ ടു ഗ്ലോറിഫിക്കേഷൻ. അതൊരു സത്യമല്ലേ? അപ്പം എനിക്ക് ആ ഗ്ലോറിഫിക്കേഷൻ, ആ ഒരു തേജസ്കരണം എനിക്ക് വേണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നു. പക്ഷേ ഒരു വിശുദ്ധിയുടെ വഴിയിൽ നടക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ സഭയുടെ പ്രശ്നം വിശുദ്ധിയുടെ വഴിയിലൂടെ പോയില്ലെങ്കിലും തേജസ്കരിക്കപ്പെടാമെന്ന് നമ്മളങ്ങ് ചിന്തിക്കുന്നു.
പക്ഷേ വേദോസ്തത്തിൽ നമ്മൾ എവിടെയൊക്കെ വായിക്കുമ്പോഴും അങ്ങനെ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒരു വിശുദ്ധിയുടെയും ഒരു വേർപാടിൻ്റെയും വഴിയിലൂടെ മാത്രമേ നമുക്ക് ആ തേജസ്സിൽ നമുക്ക് ചെന്ന് എത്താൻ പറ്റൂ. ഇത് ഇന്നത്തെ കാലത്ത് പ്രസംഗിച്ച് കേൾക്കുന്നില്ല. സഭയും ഇതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല. കാര്യം സഭ അത്രയധികം ലോകത്തോട് അനുരൂപപ്പെട്ടു പോയി. അവിടെയാണ് പ്രശ്നം. ഒരു കാലത്ത് ഒരു 50 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 75 വർഷം മുമ്പ് കേരളത്തിലെ സഭകളൊന്നും ഇങ്ങനെയല്ല പ്രസംഗിച്ചത്. കേരളത്തിലെ സഭയ്ക്ക് ഒറ്റ പ്രസംഗമേ ഉള്ളായിരുന്നു. എന്താണ്? വിശുദ്ധനായിട്ട് ജീവിച്ചോണം, വേർപെട്ട് ജീവിച്ചോണം, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി അല്ലേ രൂപാന്തരം പ്രാപിച്ചോണം. അണ്ട് ആ രൂപാന്തരം അതെല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പം അവിടെയാണ് 2 കൊരിന്ത്യർ 3:18 എന്നാൽ 2 കൊരിന്ത്യർ 3:18 എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കണ്ടോ, ഇവിടെയൊക്കെയാണ് ശരിക്കും when the vision of the glory of Christ is perfect, the conformity will be perfect. The vision of the glory of Christ is perfect. Our conformity also will be perfect. ഇന്നത്തെ പ്രശ്നം ആ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു ചിത്രം നമ്മുടെ ഉള്ളിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ തേജസ്കരിക്കപ്പെട്ടവനോട് ഉള്ള അനുരൂപനാകണമെന്നുള്ള ആ ചിന്ത എനിക്ക് വരുന്നേയില്ല അല്ലേ. ഇന്നത്തെ പ്രശ്നം നമ്മളതിന് പറയുന്നത് ഞാനിപ്പോഴും ജഡത്തിലല്ലേ ബ്രദറെ, നമ്മൾ ഈ ലോകത്തിലേക്ക് അല്ലേ ബ്രദറെ. ഇത് പറഞ്ഞ് നമ്മൾ മുൻകൂർ ജാമ്യം എടുത്ത് വീണ്ടും വീണ്ടും ജഡത്തിലാണ് നമ്മൾ ജീവിക്കുകയും ഈ ലോകത്തിൽ അനുരൂപരായിട്ട് നമ്മൾ കഴിയുകയും ചെയ്യുക അല്ലേ. ഈ ലോകത്തിൽ നിന്നാണ് നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. പക്ഷേ നമ്മളിനി ലോകക്കാരല്ല അല്ലേ. ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷേ ലോകക്കാരല്ല, ലോകത്തിനുള്ളവരുമല്ല. ഒരു കാലത്ത് നമ്മൾ ലോകത്തിനുള്ളവരായിരുന്നു, പക്ഷേ ഇനി അങ്ങനെ അല്ല. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെ വായിക്കുമ്പം, എഫേസ്യർ 4:22 മുതൽ 24 വരെ വായിക്കുമ്പം മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, കണ്ടോ ഇവിടെ പൗലോസ് പറയാ പഴയ മനുഷ്യൻ എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. അയാൾ എന്തായിരുന്നു? അയാൾക്കൊരു നടപ്പുണ്ടായിരുന്നു അല്ലേ. അത് മുമ്പിലത്തെ നടപ്പ് അല്ലേ. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്, കണ്ടോ, പഴയ മനുഷ്യൻ, അടുത്തത് ഉള്ളിലെ ആത്മാവ്, സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ധരിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ധരിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ധരിച്ചുകൊള്ളുവീൻ. ഈ പുതിയ മനുഷ്യനെ ധരിക്കണം. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് സ്നാനപ്പെടാൻ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പം പഴയ മനുഷ്യനെ അവിടെ കുഴിച്ചിട്ടേച്ച് പുതിയ മനുഷ്യനും കയറി വന്നെന്ന് അല്ലേ. നമ്മളങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ നമുക്കിഷ്ടം. പക്ഷെ സ്നാനപ്പെട്ട് കഴിഞ്ഞ ശേഷം അങ്ങ് ഭയങ്കര പുതിയ മനുഷ്യരായവരൊക്കെ കൈപോക്കിക്കേ. അറിയാവുന്നവർക്കറിയാം, ആ സ്നാനത്തിലോട്ട് ഇറങ്ങാൻ നേരത്തെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ സ്നാനം കഴിഞ്ഞ് കയറി വന്നപ്പോൾ എൻ്റെ ദേഷ്യം ഇപ്പം ഇരട്ടിയായി, എൻ്റെ ഇറിറ്റേഷൻ ഇപ്പം 3 ഇരട്ടിയായി. എനിക്കിപ്പം ആരെയും കണ്ടുകൂടാ. കാര്യം എന്താണ് അല്ലേ? അതാണ് സത്യം. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ നിങ്ങളുടെ മാലാഹമാരായിട്ടൊന്നുമല്ല കയറി വന്നത്. നിങ്ങൾ പഴയ ആളായിട്ട് തന്നെ കയറി, നനഞ്ഞ ഭാവിയായിട്ട് കയറി വന്നു. ഉണക്ക ഭാവിയായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി, ഇപ്പം നനഞ്ഞ ഭാവിയായിട്ട് കയറി വന്നു. അവിടെ നല്ലവണ്ണം ഓർക്കണം, പുറമേ ഒന്നും സംഭവിച്ചില്ല, അകത്തൊരു യാഥാർത്ഥ്യം നടന്നു അല്ലേ. ദാറ്റ് ഈസ് സ്പിരിച്വൽ. പക്ഷെ നമ്മുടെ പ്രശ്നം ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് മാലാഹയായി എന്നൊക്കെ പലരും വരിക്കുന്നത്. അല്ല, ഈ ഓരോ ദിവസവും നമ്മളിപ്പോൾ അവസാനം വായിച്ച വാക്യം എന്താണ്? ആ പുതു മനുഷ്യനെ ധരിച്ച് ഞാൻ ജീവിച്ച് മുന്നോട്ട് ഞാൻ പോകണം. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ 1 യോഹന്നാൻ 3:2, 1 John 3:2, 1 യോഹന്നാൻ 3:2, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, സംശയമൊന്നുമില്ലല്ലോ. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്, അത്രയും കൊണ്ട് നിർത്തിയില്ല. അതാണ് എൻ്റെ സത്യം. അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. വാ, കർത്താവിൻ്റെ മഹത്വം നമ്മൾ അവനെ കാണുമ്പം ദർശിക്കുമെന്നല്ല,
ആ കർത്താവ് എങ്ങനെ മഹത്വാനായിരിക്കുന്നുവോ അതേ മഹത്വം എനിക്കും ഉണ്ടാവും. ഞാനും അവനോട് സദൃശൻ. ഇപ്പം ഞങ്ങളെ കണ്ട ഒരുപോലിരിക്കുന്നു. ചോദിക്കുക പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അന്യോന്യം തിരിഞ്ഞു നോക്കിയേ, ആ മോന്ത അന്യോന്യം നോക്കിയേ. ഇന്ന് നമ്മുടെ മോന്ത ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്, ഒരു തേജസ്സും ഇല്ല. പക്ഷേ കർത്താവിനെ നമ്മൾ കാണുമ്പോൾ തേജസ്സോടെ കർത്താവ് വരുമ്പോൾ അവനെ കാണുമ്പോൾ ആ തേജസ് കാണാനുള്ള ഭാഗ്യം മാത്രമല്ല, ആ തേജസ് എനിക്കും കിട്ടും. ഞാനും തേജസ്സുള്ളവനായി. പിന്നെ എന്നെയും കർത്താവിനെയും കണ്ട ഒരുപോലിരിക്കും. എന്നെയും കർത്താവിനെ കണ്ട ഒരുപോലിരിക്കും. തിരിച്ചറിയാൻ പറ്റത്തില്ല. യേശുവിനെ ശിഷ്യന്മാരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരാളൊന്ന് ചുമ്മനം കൊടുത്ത് കാട്ടിക്കൊടുക്കേണ്ടി വന്നത്. അതുപോലെ നമ്മൾ കർത്താവിനെ തേജസ്സിൽ കാണുമ്പം നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരും, അല്ലേ? ആ തേജസ്സാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ തേജസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ ഞാൻ അന്നാവും. പക്ഷെ എൻ്റെ തുടക്കം ഇവിടെ വെച്ച് വേണം. ഇവിടെ വെച്ചേ ഞാൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, ഈ ജഡത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിനും ജഡത്തിനുമൊക്കെ ഞാൻ മരിച്ച്, ഞാൻ എന്നെ വിളിച്ചു വേർതിരിച്ച, എന്നെ ഈ ഭൂമിയിൽ മുന്നമേ മുന്നറിഞ്ഞ് എന്നെ മുൻനിയമിച്ച ആ കർത്താവിൻ്റെ പ്രതിമ ഞാൻ ധരിക്കും. അത് മരിച്ചിട്ട് എൻ്റെ ശരീരം ആ പ്രതിമ ധരിക്കുമെന്നല്ല, ഇവിടെ വെച്ചേ ഞാനത് തുടക്കം. പക്ഷെ അതിൻ്റെ ഒരു പൂർത്തീകരണം വരുന്നത് ഞാൻ അവനെ കാണുമ്പം തേജസ്സോടെ ഞാൻ അവനെ കാണും. പക്ഷേ തേജസ്സോടെ ഞാൻ കാണുക മാത്രമല്ല, അവനോട് സദൃശനാകും. ഇതൊക്കെയാ പ്രിയപ്പെട്ടവരെ ദൈവമക്കളുടെ പ്രത്യാശ. ഇതൊക്കെയാ നമ്മോടുള്ള വാഗ്ദത്തം പ്രിയപ്പെട്ടവരെ. അല്ലാതെ മഞ്ഞ് വീഴുന്ന നാട്ടിൽ പോകുമെന്നല്ല വാഗ്ദത്തം. എൻ്റെ തേജസ്സുള്ള കർത്താവിനെ ഞാൻ ഈ പ്രത്യാശയുള്ളവരൊക്കെയല്ലേ പഴയ ഭക്തന്മാർ. അവരൊക്കെയല്ലേ പഴയ പാട്ടുകളൊക്കെ എഴുതിയത്. എൻ്റെ മനസ്സിലേക്ക് എഴുതിയ ഒരു പാട്ട് ഇങ്ങനെ വരുന്നു: പ്രിയൻ വെളിപ്പെടും, പ്രിയൻ എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ ഇനി സേവിക്കും, എൻ്റെ പ്രാണനായകൻ യേശുവേ, നിൻ്റെ പ്രേമം നീ എനിക്ക് ഇടണേ. ദൈവമേ, നിൻ്റെ സ്നേഹം എനിക്ക് തരണേ. എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലപ്പാ, നിൻ്റെ സ്നേഹം എനിക്ക് തന്ന. തേജസ്സിൽ പ്രിയൻ വെളിപ്പെടും നാളിൽ ഞാനും അവനോടൊപ്പം വെളിപ്പെടും. പക്ഷെ ഞാൻ അവനോടൊപ്പം വെളിപ്പെടും, എൻ്റെ അർത്ഥം എന്താ? ഞാൻ അവനെ കാണുമെന്ന് മാത്രമല്ല, ഞാൻ അവനെ പോലെ ആകും. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഈ ഒരു വാഗ്ദത്തം എവിടെ നിന്ന് നമുക്ക് ലഭിക്കും? ഈ ഒരു ദർശനം എവിടെ നിന്ന് ലഭിക്കും? We get the vision and we get the promise from God's word. ഈ വചനം തുറന്ന് വായിക്കുമ്പോഴാണ് അതിനകത്ത് ആ വാഗ്ദത്വം ഇരിക്കുന്നത്. പ്രവാചകന്റെ വായിലല്ല വാഗ്ദത്വം, ഈ വചനത്തിലാ വാഗ്ദത്വം. ഇതാണ് പ്രവാചക വാക്യം. എത്ര പേര് പറയും, കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തിട്ട് പറഞ്ഞേ, ദിസ് ഈസ് ദ പ്രൊഫറ്റിക് വേർഡ്. ഐ ഹാവ് ദ പ്രൊഫറ്റിക് വേർഡ് വിച്ച് ഈസ് വെരി ഷുവർ. ഇത് ഉറപ്പായുള്ള, അല്ലെങ്കിൽ നല്ല വിശ്വസിക്കാവുന്ന പ്രവാചക വാക്യമാണ് എനിക്കുള്ളത്. അവൻ വരുമ്പോൾ ഞാൻ അവനെ പോലെ ആകും. ഞാൻ അവനെ കാണുമെന്ന് മാത്രമല്ല, ഞാൻ അവനെ പോലെ ആകും. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി, സൂര്യഗ്രഹണം ദൂരെ നിന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ റോമിൽ പോകുന്ന ഒരു മാർപ്പാപ്പ ബാൽക്കണി വന്ന് നിൽക്കുന്ന ദൂരെ നിന്ന് കൈ കാണിച്ചേച്ചിങ് വരും. അത്രയും മതി ചിലർക്ക്. ഇന്നത്തെ വിശ്വാസങ്ങൾക്ക് അത്രയൊക്കെ മതി. പക്ഷേ നമ്മൾ ദൂരെ നിന്ന് കാണുകയല്ല, നമ്മൾ തേജസ്സോടെ കാണുകയും പെട്ടെന്ന് നോക്കുമ്പോൾ ഞാനും തേജസ്കരിക്കപ്പെട്ടു, അവൻ്റെ തേജസ്സിൽ പങ്കാളിയായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് മുന്നോട്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അനുവദിക്കുന്നില്ല. ഇതൊക്കെ എങ്ങനെ, ഈ തേജസ് എങ്ങനെ, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുള്ള ആ വളർച്ച, ആ മുന്നോട്ടുള്ള ആ ഒരു പ്രോഗ്രസീവ് വാക്ക് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവ് അനുവദിച്ചാൽ അതെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, കർത്താവ് അനുവദിക്കുമ്പോൾ പറയാം. ആ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പോകുന്ന ഒരു ചെറിയ ക്ലൂ തന്നു വിടാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഉപവസിക്കണം, എനിക്കൊന്നുകൂടെ ആത്മാവിനെ പ്രാപിക്കണം, എനിക്കൊന്നുകൂടെ ഏതെങ്കിലും ഒരു അഭിഷിക്തൻ എൻ്റെ തലയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ അഭിഷിക്തന്മാരെല്ലാം ആഫ്രിക്കയിലാണ്, അതിലുള്ള ഏതെങ്കിലും ഒരു നല്ല അഭിഷിക്തം വന്നിരുന്നെങ്കിൽ, എൻ്റെ തലയിലൊന്ന് കൈവച്ചൊരു ഇമ്പാർട്ടേഷൻ കിട്ടിയിരുന്നെങ്കിൽ. ഒരു പ്രവാചനും ഒന്ന് ഇമ്പാർട്ട് ചെയ്യുന്നതല്ല ഇത്. ഈ ദൈവവചനത്തിലെ വാഗ്ദത്തം എനിക്ക് നിങ്ങൾക്കും ഉള്ളതാണെങ്കിൽ
ഈ വാഗ്ദത്തം വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുക്കുമെങ്കിൽ ആ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുള്ള എൻ്റെ ഗമനത്തിന് എന്നെ സഹായിക്കുന്ന ഒന്നാമത്തെ ഘടകം ഞാൻ കടന്നു പോകുന്ന കഷ്ടങ്ങൾ. സഫറിങ് കഷ്ടം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഓർക്കുമ്പോൾ ഈ കഷ്ടങ്ങൾ സാരമില്ല. ഇന്ന് നമ്മുടെ പ്രശ്നം കഷ്ടങ്ങളെ സാരമില്ല എന്ന് നമുക്ക് എണ്ണാൻ കഴിയുന്നില്ല. ആ കഷ്ടങ്ങളെ വലിയ കഷ്ടമായിട്ട് തോന്നാൻ കാര്യം നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ പറ്റി ഒരു ചിന്തയില്ല, ഗ്രാഹ്യവുമില്ല. അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ സഹോദരങ്ങളെ കഷ്ടങ്ങളിലൂടെ പോകുന്നുവെങ്കിൽ നിങ്ങളെ തേജസ്സിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചെങ്കിലേ കഷ്ടങ്ങൾ സാരമില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ പ്രശ്നം, നമ്മുടെ പ്രാണനെ നമ്മൾ വിലയേറിയതായി എണ്ണുന്നു. ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ. ഐ എം കൺഫ്യൂസിങ്. എനിക്ക് എൻ്റെ പ്രാണനെ എനിക്ക് നഷ്ടപ്പെടാൻ എനിക്ക് പേടിയാണ്. എനിക്ക് പീഡ എന്നൊക്കെ കേട്ടാൽ പേടിയാണ്. പെർസിക്യൂഷൻ എന്നൊക്കെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ വരരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും എന്നെ നിന്ദിക്കുകയോ എന്നെ തള്ളിക്കളയോ ചെയ്താൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഞാനിപ്പോഴും ആ ജഡത്തിലാണ് ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ. എൻ്റെ കൂടെ ആരെങ്കിലും കൂടെ ഉണ്ടാവുമായിരിക്കും, അല്ലാത്തവരൊക്കെ വിശുദ്ധന്മാർ ഞാൻ വിട്ടിരിക്കുന്നു. പക്ഷേ നമ്മൾക്കെല്ലാം ഈ പ്രശ്നമുണ്ട്. കഷ്ടങ്ങൾ സാരമില്ല എന്ന് പാട്ടുപാടിയാൽ പോരാ, അത് ശരിക്കും അത് നമ്മുടെ മനസ്സിൽ വരണം. ഞാൻ കടന്നു പോകുന്ന കഷ്ടങ്ങൾ സാരമില്ല, കാര്യം എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് ആയിരിക്കും. അത് ഓർക്കുമ്പോൾ ഈ കഷ്ടം സാരമില്ല. എത്ര പേര് പറയും, കർത്താവേ ആ തേജസ്സിൻ്റെ ഒരു ദർശനം, ആ ക്രിസ്തുവിൻ്റെ തേജസ്, ക്രിസ്തുവേശുവിലുള്ള തേജസ്, എനിക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്, അതിനെക്കുറിച്ചൊരു ബോധ്യം, അതിനെക്കുറിച്ച് കർത്താവേ ഒരു ദർശനം എനിക്ക് തരണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? How many of you will pray, Lord, let me have a glimpse of the glory? അത് ഞാൻ പോയി കാണാൻ പോകുന്ന തേജസ് അല്ല, ഞാനായിത്തീരാൻ പോകുന്ന ആ തേജസ്. ഞാൻ അതിനോട് സദൃശനാവും എന്ന് പറഞ്ഞല്ല എൻ്റെ അർത്ഥം. ആ മഹത്വത്തിൻ്റെ ആ തേജസ്സിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ ഒരു യാത്രയെ ത്വരിതപ്പെടുത്തി നമ്മളെ ധൈര്യപ്പെടുത്തി ഒരുക്കി അയക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങൾ. ഒരുപക്ഷെ ഒരു രോഗമായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോഴും കുടുംബത്തിലൊരു വിഷയമായിരിക്കാം, ഇപ്പോഴും നിങ്ങളുടെ മക്കളെ കൊണ്ടുള്ളൊരു പ്രശ്നമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ നിരന്തരം വർഷങ്ങളായി ഇതിനൊരു അറുതി ഇല്ലേ കർത്താവേ എന്ന് ചിന്തിക്കത്തക്കവണ്ണമുള്ളൊരു കഷ്ടമുണ്ടെങ്കിൽ ആ കഷ്ടം എത്രത്തോളം നിങ്ങൾ സഹിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കർത്താവേ അങ്ങനെ കർത്താവെ കടത്തിക്കൊണ്ടുപോകുന്ന മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള യാത്രയിൽ എൻ്റെ ജീവിതത്തിൽ നീ അനുവദിക്കുന്ന കഷ്ടങ്ങൾക്കായിട്ട് സ്തോത്രം. ചില പ്രശ്നങ്ങൾ മാറാനേ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ചില കഷ്ടങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നീങ്ങി പോകത്തില്ല. പാട്ടൊക്കെ ഇരുന്നുകൊണ്ട് പാടാം, കഷ്ടങ്ങൾ നീങ്ങിപ്പോയെന്നൊക്കെ പാടാം. ചില കഷ്ടങ്ങൾ നീങ്ങി പോകുന്നില്ല, ചില പ്രയാസങ്ങൾ നീങ്ങി പോകുന്നില്ല. പക്ഷെ അതെല്ലാം എന്നെ പൊന്നുപോലെ എന്നെ കർത്താവ് എന്നെ പണിത് അവിടെ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും വീണ്ടും കൈ തൊഴുതുകൊണ്ട് പറയുക, നമുക്ക് വിലയേറിയ വാഗ്ദത്തങ്ങൾ, ദൈവവചനത്തിൽ നിന്നുള്ള വാഗ്ദത്തങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ആരെങ്കിലും പ്രവാചകന്മാർ വന്ന് തലേ കൈവച്ച് പറഞ്ഞ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ ബിലിറ്റിൽ ചെയ്യേണ്ട. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവശബ്ദമാണ്. ഏതെങ്കിലും പ്രസംഗത്തിൽ കേട്ട ദൈവശബ്ദമല്ല. ദൈവം നിങ്ങളോട് നേരിട്ട് നിങ്ങളുടെ ഡിവോഷണൽ ടൈമിൽ കർത്താവ് സംസാരിച്ച ദൈവശബ്ദം അത് ഏറ്റെടുത്തുകൊള്ളുക. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവരും കണ്ണടച്ചാട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എനിക്കായൊരു ഉത്തമ സമ്പത്ത് അതിൻ്റെ ചരണമൊന്നിട്ടെ സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ.
എനിക്കൊരു സമ്പത്ത്, അത് ഉത്തമമായ സമ്പത്ത് എൻ്റെ ദൈവം സ്വർഗത്തിൽ എനിക്ക് ഒരുക്കുന്നതിനാൽ ഞാനിനി ലോകത്തെ സ്നേഹിക്കാൻ പോത്തില്ല. എൻ്റെ ആയുസ്സും ദിനമൊക്കെയും ഞാനിനി നിന്നെ മാത്രം സേവിക്കും. അടുത്തത്, എൻ്റെ പ്രാണനായകനായ യേശുവേ, നിൻ്റെ പ്രേമം നീ എനിക്കേകിടണേ. പ്രേമം എന്നുള്ള വാക്ക് നല്ല വാക്കാണ്, അത് സിനിമാക്കാർ കൊണ്ടുപോയി ചീത്തയാക്കിയതാ. പ്രേമം എന്നുള്ളത് ഒറിജിനൽ എൻ്റെ അൺഡൈല്യൂട്ടഡ് ഫോം എന്ന് പറഞ്ഞത് ബൈബിളിലെ പ്രേമമാണ്. പ്രിയൻ, ഇതാണ് പ്രിയൻ. പ്രിയൻ തേജസ്സിൽ വെളിപ്പെടും നാളിൽ ഞാനും തേജസ്സിൻ മുൻപിൽ നിൽക്കുവാൻ എൻ്റെ ദേഹവും ദേഹി ആത്മാവും സമ്പൂർണമായി സമർപ്പിക്കുന്നേ. അങ്ങനെ സമർപ്പിക്കുന്ന എത്ര പേരുണ്ടെന്ന? എൻ്റെ ദേഹം ദേഹി ആത്മാവിന് എൻ്റെ പ്രിയൻ തേജസ്സിൽ വെളിപ്പെടുമ്പം അവനോടൊപ്പം വെളിപ്പെടുവാൻ, അവനെപ്പോലെ അവന് സദൃശനാകുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേര് സമർപ്പിക്കുന്നു? How many of you will just commit yourselves and say, Lord, my spirit, soul and body are completely, Lord, I offer myself so that on that day when he appears in glory, I will not only see him, I will behold. ഹല്ലേലൂയ. അവനെ പോലെ ഞാൻ ആയിത്തീരും, സദൃശനായിത്തീരും. ആ പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട്? ആ പ്രത്യാശ ഇല്ലാത്ത ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേട്ടുവെങ്കിൽ ആ പ്രത്യാശ നിങ്ങൾ പ്രാപിക്കണം. ആ പ്രത്യാശ നിങ്ങൾ പ്രാപിച്ചില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വാസിയായിരിക്കുന്നത് വേസ്റ്റ്. നമ്മൾ ഈ പറഞ്ഞത് ഈ ചെയ്യുന്നതെല്ലാം വേസ്റ്റാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വരവിൽ എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ടങ്ങ് സ്വർഗത്തിൽ പോകണമെന്നുള്ളതല്ല. അതിനുവേണ്ടിയല്ല എന്നെ മുന്നറിഞ്ഞതും മുന്നീമിച്ചതും. അവനോടൊപ്പം അവൻ്റെ പുത്രനോട് ഞാൻ എന്ത് ചെയ്യണം? അനുരൂപനാകണം. ഹല്ലേലൂയ. I should be conformed to the image of the likeness of his son ജീസസ്. അതിനുവേണ്ടിയാ എന്നെ ദൈവം എന്നെ വിളിച്ചത്. അതിനുവേണ്ടിയാ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടിയാ ലോക സ്ഥാപനത്തിന് മുമ്പേ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. ഞാൻ ജനിച്ചിട്ടല്ല എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു. ഈ ലോകത്തിന് അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പേ കർത്താവ് എന്നെ കണ്ടു, എന്നെ സ്നേഹിച്ചു, എന്നെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൗത്യത്തിനാണ് ദൈവം ഓരോ വിശ്വാസിയും തിരഞ്ഞെടുത്തത്. അതിൽ കുറഞ്ഞ താഴെ ഒരു ലെവൽ ഇല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് തരം ഇല്ല, ഒരു തരമേ ഉള്ളൂ. ആ ഒരു തരം എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രനോട് അനുരൂപമാകാൻ വേണ്ടി നമ്മളെ മുന്നറിഞ്ഞ് മുന്നേമിച്ചിരിക്കുന്ന അങ്ങനെയുള്ളവരാണ്. അങ്ങനെയുള്ളവരെല്ലാവരും ചേർന്ന് ഒന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.